സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലി CPM മന്ത്രിമാർക്കിടയിൽ അവകാശ തർക്കം. പണം മുടക്കിയ തദ്ദേശ വകുപ്പിനെ അവഗണിച്ചെന്നും പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് ഹൈജാക്ക് ചെയ്തു എന്നുമാണ് MP രാജേഷിന്റെ പരാതി. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് തർക്കത്തെ തുടർന്നാണെന്നും സൂചനകളുണ്ട്. MP രാജേഷ് മുഖ്യമന്ത്രിയെ പരാതി അറിയിച്ചു. VV അരുൺ ചേരുന്നു. അരുൺ, ഉദ്ഘാടന പരസ്യത്തിൽ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും മാത്രമെന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് തദ്ദേശ വകുപ്പിനെ അവഗണിച്ചു എന്ന ഒരു പരാതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണോ? ഈ പരാതി മന്ത്രി MP രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രി അറിയിക്കുന്നു, അതുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറുന്നു. ഇതാണോ സംഭവിച്ചിരിക്കുന്നത്? ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? അപർണ, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പണം തുക ചെലവഴിച്ചാണ് സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചത്. കേന്ദ്ര പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു വിഹിതമുണ്ട്. ആ വിഹിതം തദ്ദേശ വകുപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്. അതായത് തദ്ദേശ റോഡുകളുടെ വികസനമാണ് സ്മാർട്ട് റോഡുകളായി മാറ്റുന്ന പദ്ധതിയായിരുന്നു അത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കൊണ്ടുപോയെന്നാണ് തദ്ദേശ മന്ത്രി MP രാജേഷിൻ്റെ പരാതി. നഗരത്തിൽ നിറഞ്ഞു നിന്ന ഫ്ലക്സ് ബോർഡുകളിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായിരുന്നു. തദ്ദേശ മന്ത്രി MP രാജേഷോ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനോ ഒരിടത്തും ആ രീതിയിൽ പ്രാമുഖ്യം കിട്ടിയില്ല. ഉദ്ഘാടന ചടങ്ങിന് മുഖ്യമന്ത്രിയാണ് ക്ഷണിച്ചത്. ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ തദ്ദേശ മന്ത്രി MP രാജേഷ് ഇക്കാര്യം പരാതിപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അന്ന് തന്നെ ഇത് സംബന്ധിച്ച സൂചന ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ദീർഘമായ യാത്രകൾ കാരണം ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ഔദ്യോഗിക വിശദീകരണമാണ് വന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം പ്രൊഫഷണൽസുമായുള്ള പ്രൊഫഷണൽസ് മീറ്റിൽ അദ്ദേഹം 1.5 മണിക്കൂറിലേറെ നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ പ്രസംഗിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് കാര്യമായ ശാരീരിക അവസ്ഥകൾ ഉണ്ടായിരുന്നുമില്ല. ഏതായാലും ഇത് MP രാജേഷിന്റെ പരാതിയെ തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. പിന്നെ മന്ത്രി V ശിവൻകുട്ടിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തു. തദ്ദേശ മന്ത്രി മേയർ ആര്യ രാജേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. തദ്ദേശ മന്ത്രി MP രാജേഷ് ചടങ്ങിൽ പങ്കെടുത്തില്ല. നേരത്തെയും സ്മാർട്ട് റോഡിനെ ചൊല്ലിയുള്ള വിവാദം CPMൽ തർക്കമായി മാറിയിട്ടുണ്ട്. ജനങ്ങളെ മാസങ്ങളോളം നരകയാതന അനുഭവിപ്പിച്ചാണ് സ്മാർട്ട് റോഡുകൾ യാഥാർത്ഥ്യമായത്. ജനങ്ങളെ ഇങ്ങനെ ബന്ദികളാക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ CPM കൂടിയ കഴക്കൂട്ട് MLA കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായ രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ മറുപടിയുമായി മുഹമ്മദ് റിയാസ് കൂടി എത്തിയതോടുകൂടി വലിയ തർക്കമാണ് അത് CPMൽ ഉണ്ടാക്കിയത്. ഒടുവിൽ റോഡുകൾ ലോക നിലവാരത്തിലേക്ക് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ്? തദ്ദേശ വകുപ്പിനും നഗരസഭയ്ക്ക് കിട്ടേണ്ടുന്ന ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിയും വകുപ്പും അടിച്ചുകൊണ്ടുപോയി എന്ന പരാതിയാണ് ഇപ്പോൾ CPMൽ ഉയരുന്നത്. അതാണ് ഈ തർക്കത്തിന് കാരണം. ഇതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണമായിട്ടുണ്ട് അല്ലേ? അതിൽ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊന്നും വരുന്നില്ലല്ലോ അല്ലേ? മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് തലസ്ഥാനത്തുള്ള മന്ത്രി കൂടിയായ V ശിവൻകുട്ടിയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് ഈ തർക്കത്തെ തുടർന്നാണ്. MP രാജേഷ് അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. തദ്ദേശ വകുപ്പിനെ അവഗണിച്ചു എന്നുള്ളൊരു പരാതി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാതെ മന്ത്രി V ശിവൻകുട്ടിയാണ് സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത്. കൗൺസിലർ MR ഗോപൻ നമുക്കൊപ്പം ചേരുന്നു. സ്മാർട്ട് റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പിനെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളൊരു പരാതി ഉയരുന്നു എന്നുള്ളൊരു വാർത്തകളുടെ ഇടയിൽ കൂടിയാണ് അത്തരത്തിലൊരു അവകാശ തർക്കം ആ പദ്ധതിയുടെ ശോഭ കെടുത്തും എന്നുള്ളതിൽ തർക്കമില്ല. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിലെ സ്മാർട്ട് സിറ്റിക്ക് ഇടം പിടിച്ച നാള് മുതലുള്ള കൗൺസിലർ എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടേതായിട്ടുള്ള പങ്കാളിത്തവും അവിടെ വെളിപ്പെടുത്താൻ സാധിച്ചില്ല. മറ്റൊന്ന്, നമ്മുടെ ഈ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ പദ്ധതിയെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്ക് 760 കോടി രൂപയുടെ പദ്ധതി വിഹിതമായി ലഭിച്ചിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന്. ആ കേന്ദ്രത്തിന്റെ മേജർ പങ്കാളിത്തമുള്ള ഒരു പദ്ധതിക്ക് ഒരു കേന്ദ്ര പ്രതിനിധിയെ പോലും ഉൾപ്പെടുത്താതെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം പദ്ധതിയായിട്ട് സംസ്ഥാന ഗവൺമെന്റ് അതിനെ ആഘോഷം നടത്തി. ഇത് നഗരത്തെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് 40 റോഡുകളാണ് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട വാർഡുകൾ വഴുതക്കാട്, അതുപോലെ തന്നെ ഫോർട്ട്, അതുപോലെ നമ്മുടെ ചാല, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ശ്രീകണ്ഠേശ്വരം 12 വാർഡുകൾ അതിനകത്ത് ഉൾപ്പെടുകയും 40 റോഡുകൾ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 12 റോഡുകൾ മാത്രമാണ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. തികച്ചും ഇവരുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതി, ഗവൺമെന്റിന്റെ മാത്രം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള
പദ്ധതി തികച്ചും ഒരു അപലപനീയമാണ്. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷണമല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയെ പോലും ഉൾപ്പെടുത്താതിരിക്കുക, ആ ഫണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് കാണിക്കുക. നമുക്കിപ്പോ ഏതൊരാളിനും മനസ്സിലാക്കാൻ സാധിക്കുക, വിരൽ തുമ്പിൽ തൊട്ടു നോക്കിയാൽ അറിയുന്ന തരത്തിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് എത്ര രൂപ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് വിഹിതം എത്രയാണ്, നഗരസഭയുടെ വിഹിതം എത്രയാണ്, ഇതിന്റെ പങ്കാളിത്തം എങ്ങനെയാണ്. ഈ പദ്ധതി ഇഴഞ്ഞു നീങ്ങിയ അവസരത്തിലാണ് നമുക്ക് ചില സ്ഥലങ്ങളിൽ ന്യൂസ് 18 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സ്കൂളുകൾക്ക് സമീപമുള്ള അഗാധമായിട്ടുള്ള കുഴികൾ, സ്കൂളിലെ കുട്ടികൾ പോലും അതിനകത്ത് വീഴുമെന്ന് മെല്ലെപ്പോക്ക് വർക്ക് ഇഴഞ്ഞുപോയ സമയത്തൊക്കെ കൗൺസിലർമാർ, BJPയുടെ കൗൺസിലർമാർ റോഡുകളിൽ പോയി വലിയ തോതിലുള്ള സമരങ്ങൾ ഉണ്ടാക്കിയാണ് ഈ വർക്കിന്റെ തന്നെ വേഗത കൂട്ടിച്ചത്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, ധാരാളം പങ്കാളിത്തം നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ പദ്ധതി മുഴുവനും ഒരു ഗവൺമെന്റ് പദ്ധതിയാണ്, മറ്റാർക്കും അതിൽ പങ്കാളിത്തമില്ല എന്നാണ് നമ്മുടെ മരാമത്ത് മന്ത്രി ശ്രീ റിയാസ് അവകാശവാദം ഉന്നയിക്കുന്നതും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതുമൊക്കെ. ഇതൊക്കെ നമുക്ക് ജനാധിപത്യ കേരളത്തിനോ ജനാധിപത്യത്തിനോ ഭൂഷണമല്ല എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാം. ശ്രീ ഗോപകുമാർ, ഇതിപ്പം കേന്ദ്ര സർക്കാരിന് ക്രെഡിറ്റ് കൊടുത്തോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോലും കടക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം LDF സർക്കാർ തന്നെ ഈ തരത്തിലുള്ളൊരു ഭിന്നത നടക്കുന്നു, തദ്ദേശ ഭരണ വകുപ്പിനെ തന്നെ അവഗണിച്ചു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ ഒരു വശത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടി BJPക്ക് പ്രതികരിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ നഗരസഭയുടെ പങ്കാളിത്തം ഉണ്ടാകണം, സംസ്ഥാന ഗവൺമെന്റ് പങ്കാളിത്തം ഉണ്ടാകണം, കേന്ദ്ര ഗവൺമെന്റ് പങ്കാളിത്തം ഉണ്ടാകണം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി നടപ്പിലാക്കുന്ന അവസരത്തിൽ അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് നഗരസഭ ഉണ്ടാവണം, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാവണം, കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധി ഉണ്ടാവണം. ഇത് ഏകപക്ഷീയമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയായിട്ട് മാത്രം റിയാസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം. അതിനെതിരെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് MR ഗോപൻ കൂടിയാണ്, BJP കൗൺസിലർ കൂടിയാണ് നമുക്കൊപ്പം പ്രതികരിച്ചത്. ഏതായാലും സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാണെന്നുള്ള വിശദീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതല്ല ഇത്തരത്തിൽ ഒരു ഭിന്നത പൊതുമരാമത്ത് തദ്ദേശ ഭരണ വകുപ്പ് തമ്മിലുണ്ടായി, അതുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി മാറുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. VV അരുണാണ് റിപ്പോർട്ട് നൽകിയത്.